വെൽക്കം ബാക്ക്. സോ 2025 നിങ്ങൾക്കൊരു ഗ്രാഫിക് ഡിസൈനർ ആവണം. 2025 ബാലൻസ് ഉള്ള ഈ ഒരു ടൈമിൽ എങ്ങനെ ഒരു ബെസ്റ്റ് ഡിസൈനർ ആവാം, അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് ഫീൽഡിലോട്ട് എങ്ങനെ വരാം, എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഒരു കരിയർ ബിൽഡ് ചെയ്യേണ്ടതെന്ന് അതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. സോ 2025 നിങ്ങൾക്കൊരു ഡിസൈനർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ടൂൾസ് മാത്രം അറിഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. അത് ഞാൻ പറയാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സ്ക്രീനിൽ നിങ്ങൾ ഈ കാണുന്ന പോസ്റ്റേഴ്സ് അല്ലാതെ ഒരു ഗ്രാഫിക് ഡിസൈനർ ചെയ്തിട്ടുള്ളത് തന്നെ ആയിരിക്കാം. പക്ഷേ ടൂൾസ് മാത്രം അറിയുന്ന ഒരു ഡിസൈനറാണ് ഇതൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സാധനം ബിൽഡ് ചെയ്യാനായിട്ട് ഒരു ടൂൾ നോളജ് മാത്രം മതി. കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടൂൾസ് കൊണ്ട് മാത്രം ഒരു കാര്യമില്ല. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ആ പോസ്റ്റേഴ്സ് കണ്ടു. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ടൂൾസ്. ഇതിനൊരു മൈൻഡ് സെറ്റ് ആണ് വേണ്ടത്. അതായത് ഒരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും അത് എങ്ങനെ വർക്കൗട്ട് ആവുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യാമെന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ആണ് ഇന്നത്തെ കാലത്ത് ഒരു ഡിസൈനർ ആവാനായിട്ട് വേണ്ട ഏറ്റവും ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇന്നത്തെ കാലത്ത് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാന്നുള്ളത് ഒരു ഗോഡ് ലെവൽ ഡിസൈനർക്ക് അല്ലെങ്കിൽ ഒരു പ്രോ ലെവൽ ഡിസൈനർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമല്ല. ആർക്ക് വേണമെങ്കിലും അത് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് എന്താ പറയാ, ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഇലിസ്ട്രേറ്റർ പോലത്തെ ടൂൾസ് വേണമെന്നില്ല. മൊബൈലിൽ തന്നെ നല്ല അടിപൊളി ക്രിയേറ്റീവ്സ് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അതിനൊക്കെയുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടൂൾസിനുപരി മെയിൻ ആയിട്ട് നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കുറച്ച് ഫണ്ടമെന്റൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിസൈൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്. സോ അതുപോലുള്ള ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൂൾസിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഡിസൈൻ പ്രിൻസിപ്പിൾസ് ആണ്. സോ ഡിസൈൻ പ്രിൻസിപ്പിൾസ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാപ്പാടിരുന്ന് പഠിക്കുക എന്നുള്ളതല്ല. കാണാപ്പാടിരുന്ന് പഠിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ എലമെന്റ്സും അല്ലെങ്കിൽ ഓരോ ഡിസൈൻ പ്രിൻസിപ്പിൾസും എന്തിന് യൂസ് ചെയ്യുന്നു, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് റിയൽ ലൈഫ് അല്ലെങ്കിൽ റിയൽ സിനാരിയോസ് വെച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുന്നത് കൂടെ തന്നെ നമ്മുടെ വർക്ക്സിൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക്സിൽ നമുക്ക് അടിപൊളിയായിട്ട് നെക്സ്റ്റ് ലെവലിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. ഈ റൂൾ ഓഫ് തേർഡ്, ഹയറാർക്കി, ബാലൻസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ശരിക്കും ഒരു ബെസ്റ്റ് ഗ്രാഫിക് ഡിസൈനിന്റെ ഫൗണ്ടേഷൻസ് ആണ്. ഇത് മാത്രമല്ല, ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നതെല്ലാം പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻസ് ആണ്. ഈ കാണുന്ന ഓരോ ഡിസൈൻ പ്രിൻസിപ്പിൾസും നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്നുള്ളതാണ്. അതാണ് ഒരു കീ ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മളൊരു ഡിസൈനർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസൈൻ കരിയർ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതാണ് ഏറ്റവും ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു. സോ അതിനെ കുറച്ചും കൂടി ഈസി ആക്കാന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ക്രിയേറ്റീവ് ഫീൽഡിലുള്ള ഒരുവിധം എല്ലാവരും റെഫറൻസ് എടുക്കുന്നത് പിൻട്രസ്റ്റിലാണ്. സോ നമ്മൾ പിൻട്രസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് വെറുതെ ബാലൻസ് ഡിസൈൻ നമുക്ക് സെർച്ച് ചെയ്യാം. സോ ബാലൻസ് ഡിസൈൻ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഗുഡ് ഡിസൈൻസ് നമുക്ക് കാണാൻ പറ്റും. സോ ബാലൻസ് എന്നുള്ള മെയിൻ കോൺസെപ്റ്റ് വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് ഈ ഡിസൈൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടാവുക. സോ അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ കാണുന്ന ഒരുപാട് അടിപൊളി വർക്ക്സ് നമുക്ക് കാണാൻ പറ്റും. ഈ അടിപൊളി വർക്ക്സ് ഒക്കെ അടിപൊളി ആയത്, അല്ലെങ്കിൽ അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ആയത്, അതിൽ അവർ മെയിൻ ആയിട്ട് ഈ പ്രിൻസിപ്പിൾസ്, ഡിസൈൻ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. സോ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുക. അതിനുശേഷം ഡിസൈൻ പ്രിൻസിപ്പിൾസ് കറക്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. 2025 ഒരു ഗ്രാഫിക് ഡിസൈനർ ആവാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൽ 2 പോയിന്റ്സ് ഇപ്പൊ നമ്മൾ പഠിച്ചു. ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്, ദെൻ അതിന്റെ കൂടെ തന്നെ ഡിസൈൻ പ്രിൻസിപ്പിൾസ് കറക്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ വരുന്ന പാർട്ടാണ് ടൂൾസ് എന്ന് പറയുന്ന പാർട്ട്. ഇപ്പൊ നമ്മളിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരുവിധം എല്ലാവരും പറയുന്ന കാര്യം, എനിക്ക് അതറിയാം, ഇതറിയാം, എനിക്ക് ഫോട്ടോഷോപ്പ് അറിയാം, ഇലിസ്ട്രേറ്റർ അറിയാം, കോറൽ ഡ്രോ അറിയാം, ഫിഗ്മ അറിയാം, XD അറിയാം, അങ്ങനെ ഒരുപാട് ടൂൾസ് അറിയാം. പക്ഷെ ആ ടൂൾസ് വെച്ച് എന്ത് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ ആ ടൂൾസ് വെച്ച് ബെറ്റർ ഡിസൈൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യന് പകുതി പേർക്കും ആൻസർ ഇല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓടിപ്പോയി 16 സോഫ്റ്റ്വെയർ പഠിക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഏതിലാണോ താല്പര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫോട്ടോ മാനിപ്പുലേഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോ റീടച്ചിങ്, എഡിറ്റിംഗ്, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് എനിക്ക് കൂടുതൽ താല്പര്യമുള്ള കാര്യം. സോ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് പഠിച്ചത് ഫോട്ടോഷോപ്പ് ആയിരുന്നു. ഫോട്ടോഷോപ്പിൽ ഞാൻ എല്ലാതും കറക്റ്റായി, എനിക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്നുള്ള ലെവലായപ്പോൾ
ഞാൻ നെക്സ്റ്റ് എന്ത് ചെയ്യണം നോക്കി. ദെൻ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്ത് ബ്രാൻഡിങ് എന്ന് പറഞ്ഞ ഫീൽഡാണ്. സോ ബ്രാൻഡിങ്ങിന് മെയിൻ ആയിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലോഗോ ഡിസൈനിങ് ആണ്. സോ അതിന് വേണ്ട ടൂളായിട്ട് ഞാൻ ഇലുസ്ട്രേറ്റർ ചൂസ് ചെയ്ത് ദെൻ അത് ഞാൻ പഠിച്ചു. എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെയാണ് ഓരോ ടൂൾസ് പഠിച്ചു വന്നത്. ഞാൻ പറയുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത്. കാരണം എത്ര ടൂൾസ് അറിയാം എന്നുള്ളതല്ല നിങ്ങളൊരു ഡിസൈനർ ആക്കുന്നത്. സോ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ ടൂൾസ് അറിയുന്നത് കൊണ്ട് മാത്രം ഒരു കാര്യമില്ല. ടൂൾസ് ഡസൻ മേക്ക് എ ഡിസൈനർ എന്നാണ്. ഓക്കെ, സോ നമുക്ക് മൂവ് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഞാൻ ഫോട്ടോ അല്ലെങ്കിൽ മാനിപ്പുലേഷൻ അതാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ അത് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തു. അതിന് ഞാൻ ഫോട്ടോഷോപ്പ് പഠിച്ചു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം, ഇപ്പൊ നിങ്ങളൊരു ഡിസൈനർ ആവണമെന്ന് ആഗ്രഹിക്കണം അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഫീൽഡിലോട്ട് വരണം എന്ന് ആഗ്രഹിക്കാനുള്ള മെയിൻ കാരണം നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും റീൽ ആവാം, വീഡിയോ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കൊണ്ട് അത് എനിക്ക് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ അത് ഫോട്ടോ മാനിപ്പുലേഷൻ ആയിരിക്കാം, ചിലപ്പോൾ ലോഗോ മേക്കിംഗ് ആയിരിക്കാം, ചിലപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ മോഷൻ ഗ്രാഫിക്സ് ആയിരിക്കും. അങ്ങനെ പല കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കാം. അപ്പോൾ ആ ഫീൽഡിന് പറ്റിയത് ഏതാണോ അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് ഏത് ടൂളാണോ ഫസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ആ ടൂള് പഠിച്ചിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ പോലെ ഫോട്ടോ മാനിപ്പുലേഷൻ, ഫോട്ടോ എഡിറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഫോട്ടോഷോപ്പ് തന്നെ ചൂസ് ചെയ്യാം പഠിക്കാനായിട്ട്. അതല്ല നിങ്ങൾക്ക് ലോഗോ ബ്രാൻഡിങ് ആ ഒരു ഫീൽഡ് ലോഗോ മേക്കിംഗ് ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലുസ്ട്രേറ്റർ, അഫിനിറ്റി ഡിസൈനർ അങ്ങനെയുള്ള ടൂൾസ് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് മോഷൻ ഗ്രാഫിക്സ് ആണ് കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഫ്റ്റർ എഫക്ട്സ്, ഡാവിഞ്ചി റിസോൾവ് എന്നുള്ള ടൂൾസ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാം. സോ ഓടിപ്പോയി 4-5 ടൂൾസ് പഠിക്കുക എന്നുള്ളതല്ല മെയിൻ ആയിട്ടുള്ള കാര്യം. പഠിക്കുന്ന ടൂൾസ് എങ്ങനെ ക്രിയേറ്റീവ് ആൻഡ് സ്ട്രാറ്റജിക്കലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിലാണ് ഇരിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് നമ്മൾ ബിൽഡ് ആക്കുക, ഡിസൈൻ പ്രിൻസിപ്പിൾസ് നമ്മൾ കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഏത് കാര്യമാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഏതാണോ ബെറ്റർ അവിടെ അതിനെ പറ്റിയ ടൂൾസ് കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കറക്റ്റായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു റാസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറും വെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറും പഠിക്കുക എന്നുള്ളതാണ്. റാസ്റ്റർ ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഫോട്ടോഷോപ്പ് പഠിക്കുക, വെക്ടർ ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഇലുസ്ട്രേറ്റർ പഠിക്കുക. സോ ഈ രണ്ട് സോഫ്റ്റ്വെയർസും നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഈ രണ്ട് സോഫ്റ്റ്വെയർസ് തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് ഈസി ആയിട്ട് പ്ലേസ്ഡ് ആവാൻ പറ്റും. സോ നമ്മൾ ടൂള് മാത്രം അറിഞ്ഞിരിക്കുക എന്നുള്ളതല്ല, നമ്മളോട് ഡിസ്കസ് ചെയ്തതുപോലെ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മളിപ്പോ ഒരു 3 ടിപ്പ് പറഞ്ഞു എങ്ങനെയാണ് 2025 ഒരു ഗ്രാഫിക് ഡിസൈനർ ആവേണ്ടത് എന്നുള്ളതല്ലേ. 4ാമത്തെ ടിപ്പായിട്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രം മൈ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെസ്റ്റ് ഡിസൈൻസ് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടതുപോലെ പിൻട്രസ്റ്റിൽ പോവുക. ഇപ്പൊ നമ്മൾ പിൻട്രസ്റ്റ് വീണ്ടും പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിൻട്രസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഈ ഡിസൈൻ ഞാൻ സേവ് ചെയ്യുന്നു, നേരെ ഞാൻ ഫോട്ടോഷോപ്പിലോ ഇലുസ്ട്രേറ്ററിലോ കൊണ്ടുപോയിട്ട് ഈ സോഫ്റ്റ്വെയറിൽ ഈ ഒരു ഡിസൈൻ റീക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ അവിടെ എനിക്ക് 2 കാര്യങ്ങളാണ് കിട്ടുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസൈൻ എത്രമാത്രം കോംപ്ലക്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവും. കാണുമ്പോൾ നമ്മൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഡിസൈൻ തോന്നിക്കഴിഞ്ഞാലും അതിനെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ എത്രമാത്രം കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. 2 എന്ന് പറയുമ്പോൾ ആ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യത്തിന് നമ്മൾ ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ഔട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ടൂൾസിൽ പല കാര്യങ്ങളും നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കാനായിട്ട് ട്രൈ ഔട്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് ഡിസൈൻസ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കാര്യത്തിൽ നമ്മൾ പ്രോ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഒരു കാര്യം നമ്മൾ സിൻസിയർ ആയിട്ട് ആഗ്രഹത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ കാര്യത്തിൽ പ്രോ ആവാണ് ചെയ്യുക. സോ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുക എന്ന് പറയുന്നതാണ്. അതെ, പോർട്ട്ഫോളിയോ ഇസ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു. സോ ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പറയുകയാണ്, ഞാൻ ഭയങ്കര ഡിസൈനർ ആണെന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചോദിക്കും അതിനുള്ള തെളിവ് എന്താണെന്നുള്ളത്. സോ ആ തെളിവാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. സോ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് അവരുടെ ബെസ്റ്റ് വർക്ക്സ് മാത്രം അതിൽ ആഡ് ചെയ്തിട്ട് ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് ഞാൻ പറയും നിങ്ങളുടെ എല്ലാ വർക്ക്സും നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യണം. കാരണം പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സെയിൽസ് പിച്ച് മാത്രമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയന്റ് നിങ്ങളുടെ വർക്ക് എടുക്കാനുള്ള ഒരു സെയിൽസ് പിച്ച് മാത്രമല്ല. ആക്ച്വലി ഇൻ മൈ പെർസ്പെക്റ്റീവ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നമ്മൾ എത്ര ദൂരം മുന്നോട്ട് വന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. എന്റെ പോർട്ട്ഫോളിയോയിൽ എന്റെ പഴയ ദുരന്തം വർക്ക്സ് വരെ ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായിരുന്നു, എന്റെ ഡിസൈൻസ് എന്തായിരുന്നു, ഞാനിപ്പോ എങ്ങനെയാണ്, എന്റെ ഡിസൈൻസ് ഇപ്പൊ എന്താണ് അവസ്ഥ എന്നുള്ളത് കറക്റ്റായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്താനായിട്ട് ആ ഡിസൈൻസ് അവിടെ തന്നെയുണ്ട്. സോ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നമ്മൾ അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, നമ്മുടെ ക്ലയൻസ് കിട്ടാനും
ഫ്രീലാൻസ് വർക്ക്സ് കിട്ടാനും ജോലി കിട്ടാനും എല്ലാത്തിനും നമുക്ക് പോർട്ട്ഫോളിയോ വർക്ക്ഔട്ട് ആവും. ബട്ട് അത് മാത്രമല്ല പോർട്ട്ഫോളിയോ, അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. പോർട്ട്ഫോളിയോ അതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാറ്. പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എല്ലാത്തിനും, അതായത് നമ്മുടെ ബെസ്റ്റ് വർക്ക്സ് അല്ലാതെ നമ്മുടെ എല്ലാ വർക്ക്സും അതിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിനൊരു മിക്സ്ഡ് റിയാക്ഷൻസ് ഉണ്ടാവും. കാരണം ചിലർ പറയാം അങ്ങനെ ശരിയാവില്ല, നമ്മുടെ ബെസ്റ്റ് വർക്ക്സ് മാത്രം അപ്ലോഡ് ചെയ്താലാണ് കാര്യമുള്ളൂ എന്നുള്ളത്. സോ ഞാൻ പറഞ്ഞു, ഓൾറെഡി ഞാൻ പറഞ്ഞു, എന്റെ പെർസ്പെക്റ്റീവ് ആണ്. നമ്മുടെ എല്ലാ വർക്ക്സും അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഗ്രാഫിക് ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം ആൾക്കുള്ള വർക്ക്സ് അല്ലെങ്കിൽ ആളുടെ പോർട്ട്ഫോളിയോ ഷോക്കേസ് ചെയ്യാനുള്ള വർക്ക്സ് ഓൾറെഡി ആളുടെ കയ്യിലുണ്ടാവും. സോ നിങ്ങളൊരു ഫ്രഷർ ആണ്, നിങ്ങളുടെ കയ്യിൽ വർക്ക്സ് ഒന്നും ഷോക്കേസ് ചെയ്യാനില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരുപാട് ഡിസൈൻസ് റെഫറൻസ് എടുത്ത് റീക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്നൊക്കെ കിട്ടിയ നോളജ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഐഡിയക്ക് നല്ല ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്ത് പുതിയ ഐഡിയാസ് ആൻഡ് പുതിയ കോൺസെപ്റ്റ്സ് വർക്ക്ഔട്ട് ചെയ്ത് അത് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് പിന്നത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ 2025 ഇനി ബാലൻസ് ഉള്ള ടൈമിൽ നമുക്ക് ഒരു ബെസ്റ്റ് ഡിസൈനർ ആവാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യനുള്ള ആൻസേഴ്സ് ആണ് ഇപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ടൂൾസിനുപരി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് മൈൻഡ് സെറ്റ് ആണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് നെക്സ്റ്റ് വേണ്ടത് ഗ്രാഫിക് ഡിസൈൻ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഡിസൈൻ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് അറിയാമെന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ടൂൾസിനുപരി മൈൻഡ് സെറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ടൂൾസ് ഒഴിവാക്കാൻ പാടില്ല. നമുക്ക് ആവശ്യമുള്ള ടൂൾ ഏതാണോ ആ ടൂൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ എക്സ്പെരിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ ആയിട്ട് ലാസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2025 ഒരു ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് മാറാൻ പറ്റും. ഇപ്പൊ ഇത്ര നേരം പറഞ്ഞതൊന്നും അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളൂ. ഇപ്പൊ ഓൾറെഡി നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനർ ആണ്, നിങ്ങൾക്ക് ബെസ്റ്റ് ആവാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ടൂൾസിന്റെ സെഗ്മെന്റ് ഒഴിച്ച് ബാക്കി എല്ലാ സെഗ്മെന്റും നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. കാരണം ഓൾറെഡി നിങ്ങൾ ഗ്രാഫിക് ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൂൾസ് എന്തായാലും അറിയായിരിക്കും. പിന്നെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് ബാക്കി കാര്യങ്ങൾ മാത്രമായിരിക്കും. സോ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇത്ര നേരം കണ്ട ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ 2025 ഒരു ബെസ്റ്റ് ഗ്രാഫിക് ഡിസൈനർ ആവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോയിന്റ്സ് അല്ല, അതിന്റെ കൂടെ 1-2 പോയിന്റ്സ് കൂടി ആഡ് ചെയ്യണം, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അത് മെൻഷൻ ചെയ്യാം. സോ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ഡിസൈനേഴ്സ് ആവണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അത് ഹെൽപ്ഫുൾ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ താങ്ക് യു.